വികസന തുടർച്ചയ്ക്കായി ജനവിധി തേടി എം.കെ. സക്കീർ. പൊന്നാനി നിയോജക മണ്ഡലത്തിലുടനീളം ആവേശകരമായ വരവേൽപ്പ്. ബുധനാഴ്ച രാവിലെ ഈശ്വമംഗലത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. നെയ്തലൂർ, പുഴമ്പ്രം, അങ്കണവാടി, ചെറുവായ്ക്കര, കുണ്ടുകടവ് ജംഗ്ഷൻ, പുളിക്കക്കടവ്, കറുകത്തിരുത്തി, കരിയൻ നഗർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. ഉച്ചഭക്ഷണത്തിന് ശേഷം എണ്ണായിൽ ക്ഷേത്രം, മൂച്ചിക്കൽ പറമ്പ്, കോട്ടത്തറ, വെളിച്ചെണ്ണപ്പറമ്പ്, കുറ്റിക്കാട്, വെള്ളേരി, വട്ടുങ്ങപ്പറമ്പ്, തോട്ടത്താഴം, പുല്ലോണത്തത്താണി, പള്ളപ്രം, കൈരളി വായനശാല, ഇമ്പിച്ചുപാവ സാംസ്കാരിക കേന്ദ്രം, തെക്കുമുറി, പുതുപനാനി സെന്റർ, സിയാറത്ത് പള്ളി, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എന്നീ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. അതിനെ തുടർന്ന് നമുക്ക് പൊന്നാനിക്ക് കൈവന്ന ബാധ്യങ്ങളാണ് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയും അതുപോലെ തന്നെ സഖാവ് പി ശ്രീരാമകൃഷ്ണനും പി നന്ദകുമാർ. എന്താണ് അവരുടെ കൈകളിലൂടെ നമ്മൾ പൊന്നാനി കടന്നുപോയപ്പോൾ സംഭവിച്ചത് എന്നാണ് നമ്മൾ പരിശോധിക്കപ്പെടുന്നത്. കൃത്യമായ പൊന്നാനിയുടെ ഓരോ പ്രദേശങ്ങളും നമുക്കറിയാം. എല്ലാ അർത്ഥത്തിലും സാധ്യമാകുന്ന എല്ലാ വികസന പദ്ധതികളും കൃത്യമായി നമ്മൾ കൈവരിക്കാൻ സാധിച്ചു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ 10 വർഷം, ആദ്യത്തെ 5 വർഷം നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല നിലവാരത്തിൽ കേരള ഗവൺമെൻറ് ചേർത്ത് പിടിച്ച് പോവുകയാണ്. തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ കേരളം ലോകത്തിൻ്റെ മാതൃകയിൽ, ലോകത്തിൻ്റെ നെറുകയിൽ 1-ാം നമ്പർ നിലനിൽക്കുമെന്ന് പറഞ്ഞത് കൃത്യമായി സത്യമായിരിക്കാം. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.